നമസ്കാരം. വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻവർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കേരള ലിങ്കന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, മന്നത്ത് പത്മനാഭൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ശരിയുത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? ശരിയുത്തരം 1891. വനിതാ തടവുകാർക്ക് മാത്രമായി ഒരു തുറന്ന ജയിൽ കേരളത്തിൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ശരിയുത്തരം 2014. താഴെ പറയുന്നവ പരിഗണിക്കുക. ഇവയിൽ ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏതെല്ലാമാണ്? 1 വിദ്യാഭ്യാസം, 2 വനങ്ങൾ, 3 അളവുതൂക്കങ്ങൾ, 4 ട്രേഡ് ആൻഡ് കൊമേഴ്സ്, 5 വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, 6 നീതിന്യായത്തിന്റെ ഭരണനിർവഹണം. ശരിയുത്തരം 1, 2, 3, 5, 6. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം കിഴക്ക് പടിഞ്ഞാറ് ദൂരത്തേക്കാൾ കൂടുതലാണ്. 2. ഇന്ത്യയുടെ അക്ഷാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയുത്തരം 1 മാത്രം. കേരളത്തിൽ 2019 ആദ്യത്തെ ഹൈസെക്യൂരിറ്റി ജയിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ശരിയുത്തരം വിയൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക. പ്രസ്താവന 1. ജനഗണമനയുടെ പൂർണ്ണരൂപത്തിന് 6 ചരണങ്ങളാണുള്ളത്. പ്രസ്താവന 2. ദേശീയ ഗാനമായി സ്വീകരിച്ചിരിക്കുന്നത് ജനഗണമനയുടെ ആദ്യത്തെ ചരണമാണ്. ശരിയുത്തരം പ്രസ്താവന 2 ശരി, 1 തെറ്റ്. ഭരണഘടനയുടെ അനുച്ഛേദം 338 പ്രകാരം SC/ST വിഭാഗങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളെപ്പറ്റി അന്വേഷിക്കാനോ റിപ്പോർട്ട് ചെയ്യാനുമാണ് രാഷ്ട്രപതിക്ക് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ അധികാരമുള്ളത്? 1. നിയമസഭകളിലുള്ള പ്രാതിനിധ്യം, 2. വിവിധ സർവീസുകളിലേക്കുള്ള പ്രാതിനിധ്യം, 3. മൗലികാവകാശങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകൽ. ശരിയുത്തരം 1, 2, 3. ഇന്ത്യൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയുത്തരം 3, 4. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ശരിയുത്തരം ഫറോക്ക്, പാലക്കാട്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ ഏതാണ്? അവശിഷ്ട പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, മടക്കു പർവ്വതങ്ങൾ, ഖണ്ഡപർവ്വതങ്ങൾ. ശരിയുത്തരം മടക്കു പർവ്വതങ്ങൾ. ഈ പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായത് ഏതാണ്? 1. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയാണ് അവസാദ ശിലകൾ. 2. മറ്റെല്ലാ ശിലകളും അവസാദ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ അവസാദ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നും വിളിക്കുന്നു. ശരിയുത്തരം 2 തെറ്റ്. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള അയോഗ്യതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിൽ താമസിക്കാതിരിക്കുക, ബുദ്ധിസ്ഥിരത ഇല്ലാതിരിക്കുക, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുക, ഉന്നത അധികാരസ്ഥാനങ്ങൾ വഹിക്കുക. ശരിയുത്തരം ഉന്നത അധികാരസ്ഥാനങ്ങൾ വഹിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെ നിയമിക്കാനുള്ള സമിതിയിലേക്ക് ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രിയെ നിർദ്ദേശിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ. ശരിയുത്തരം പ്രധാനമന്ത്രി.
ജയിൽ ജീവനക്കാർക്കായി ജയിൽ ട്രെയിനിംഗ് സ്കൂൾ 1957 സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ശരിയുത്തരം തിരുവനന്തപുരത്തെ പൂജപ്പുര. ഭരണഘടനയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശം സംബന്ധിച്ച അന്തസ്സത്ത ഏത് അനുച്ഛേദത്തിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത്? ശരിയുത്തരം 21. മേഖലാ ജയിലുകളുടെ ഭരണകാര്യ നിയന്ത്രണങ്ങളും മേൽനോട്ടവും ആരുടെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുന്നത്? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ജയിൽ സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, പ്രിസൺ ഓഫീസർ. ശരിയുത്തരം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ. നെട്ടുകാൽത്തേരിയിൽ തുറന്ന ജയിൽ സ്ഥാപിക്കപ്പെട്ട വർഷമേതാണ്? ശരിയുത്തരം 1962. പാർലമെന്റിന് പുറമെ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണം കൂടി അനുകൂലിച്ചാൽ മാത്രം ഭേദഗതി ചെയ്യാവുന്ന വിഷയങ്ങൾ ഏതെല്ലാം? 1 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, 2 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് രീതി, 3 കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പരിധി, 4 സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പരിധി. ശരിയുത്തരം 1, 2, 3, 4. എല്ലാവർക്കും അവസര സമത്വവും ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ശരിയുത്തരം 16. താഴെ തന്നിരിക്കുന്നതിൽ ജയിൽ സൂപ്രണ്ട് സൂക്ഷിക്കേണ്ടതായ രേഖകൾ ഏവ? എ. ജയിൽ ചട്ടലംഘനങ്ങൾക്ക് തടവുകാർക്ക് നൽകുന്ന ശിക്ഷയുടെ വിവരങ്ങൾ. ബി. തടവുകാരിൽ നിന്ന് എടുത്ത പണം, മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയുടെ രേഖകൾ. സി. തടവുകാരനെ വിടുതൽ ചെയ്യുന്ന ദിവസം സംബന്ധിച്ച രേഖകൾ. ശരിയുത്തരം എ, ബി, സി എന്നിവ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. എല്ലാ ജയിലിലും ഒരു ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കണം. 2. എല്ലാ ജയിലിലും ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം. 3. എല്ലാ ജയിലിലും ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം. ശരിയുത്തരം 1, 2, 3 എന്നിവ. ത്രികോണകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ആന്റാർട്ടിക് സമുദ്രം. ശരിയുത്തരം പസഫിക് സമുദ്രം. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 4ാം പ്രവിശ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? കോഴിക്കോട് ഒറ്റപ്പാലം, പയ്യന്നൂർ, പാലക്കാട്. ശരിയുത്തരം പയ്യന്നൂർ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അനുച്ഛേദം 368 ഭേദഗതി വ്യവസ്ഥകൾ വിവരിക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭേദഗതി ബിൽ അവതരിപ്പിക്കണം. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. പാർലമെന്റിലെ ഇരുസഭകളിലെയും ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷവും സഭയിൽ ഹാജരുള്ളവരുടെ 2/3 ഭാഗവും അനുകൂലിച്ചാലേ ബിൽ പാസാവൂ. ശരിയുത്തരം ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഒരു തടവുപുള്ളിയുടെ മരണ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ ആർക്കാണ് നൽകുന്നത്? ജയിൽ സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, ഡയറക്ടർ ജനറൽ, ജില്ലാ കളക്ടർ. ശരിയുത്തരം ജയിൽ സൂപ്രണ്ട്. അശോകസ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ശരിയുത്തരം ആന, കുതിര, കാള, സിംഹം. പനോപ്റ്റിക്കോൺ മാതൃകയിലല്ലാതെ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ സെൻട്രൽ ജയിൽ ഏതാണ്? ശരിയുത്തരം തവനൂർ സെൻട്രൽ ജയിൽ. ഭാഷ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ശരിയുത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഒരു തടവുപുള്ളിയെ വിട്ടയക്കാൻ ഓർഡർ ഉണ്ടായിരിക്കുകയും എന്നാൽ മറ്റൊരു കോടതിയിൽ ഹാജരാക്കാനുള്ള വാറണ്ട് നിലനിൽക്കുകയും ചെയ്താൽ
ജയിൽ സൂപ്രണ്ട് ആരിൽ നിന്നാണ് തുടർ നടപടിക്കുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടത്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ജില്ലാ ജഡ്ജി, ഇൻസ്പെക്ടർ ജനറൽ, ഡയറക്ടർ ജനറൽ. ശരിയുത്തരം ജില്ലാ ജഡ്ജി. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയുത്തരം ഒന്നും വീണ്ടും ശരി. താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? 1. ഗേറ്റ് കീപ്പർമാരുടെ ജോലിക്ക് മേൽനോട്ടം വഹിക്കേണ്ടത് ഡിസിപ്ലിൻ ഓഫീസറുടെ ചുമതലയാണ്. 2. തടവുകാരുടെ തൊഴിലിന് മേൽനോട്ടം വഹിക്കാനുള്ള ചുമതലയും ഡിസിപ്ലിൻ ഓഫീസർമാർക്കുണ്ട്. 3. ഔദ്യോഗിക അനൗർത്തി സന്ദർശകരെ സ്വീകരിക്കുന്നതും ഡിസിപ്ലിൻ ഓഫീസർമാരുടെ ചുമതലയിൽപ്പെടുന്നു. 4. നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും ഡിസിപ്ലിൻ ഓഫീസർമാരുടെ ചുമതലയാണ്. ശരിയുത്തരം 1, 2, 3 എന്നിവ ശരി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.